ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ കഥ അത് കേൾക്കണോ വേണ്ടയോ എന്ന് കഥയുടെ വൺ ലൈൻ ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചോ. എനിക്ക് ഉറപ്പാണ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കഥ കേൾക്കുമെന്ന്. 15 വർഷങ്ങൾക്ക് ശേഷം കഥാനായകനായിട്ടുള്ള റയാൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. രാവിലെ ആയപ്പോൾ അവനൊരു കാഴ്ച കാണാണ്. അവന്റെ വീടിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ചതുപ്പില് ഒരു അപ്പാപ്പനും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് റയാൻ ഒരു കാര്യം മനസ്സിലായത്. ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ട് 1-2 ദിവസമൊന്നുമല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവരിത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദിവസത്തിൽ 1-2 കുഴി എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഈ 15 വർഷം. അങ്ങനെ അവസാനം തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഈ ഒരു അപ്പാപ്പന് കിട്ടുമോ ഇല്ലയോ, അതല്ല അവരെന്താണ് അവിടെ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഥയുടെ അവസാനം നിങ്ങൾക്ക് നല്ലൊരു ട്വിസ്റ്റ് തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഥയുടെ അവസാനം നല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. അപ്പൊ എന്തായാലും പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കഥാനായകനായിട്ടുള്ള റയാൻ അവന്റെ വീട്ടിലേക്ക് 15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. 15 വർഷം എന്ന് പറഞ്ഞാല് ടൂറ് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നിന്നിട്ട് വരികയൊന്നുമല്ല, ജയിലിൽ പോയിട്ടാണ് വരുന്നത്. എന്തിനാ ജയിലിൽ പോയത്? കുടിച്ച് ബോധമില്ലാതെ ദേഷ്യം കൊണ്ട് അവന്റെ ഭാര്യയെ തന്നെ അവൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ ചില പരിഗണന മൂലം അവന് 15 വർഷം തടവ് ശിക്ഷ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് അവനിപ്പോ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ ആകെ അലങ്കോലായി കിടക്കാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇതാരും ഉപയോഗിക്കുന്നില്ലല്ലോ. എന്തായാലും വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് തന്നെ കുറച്ചധികം മദ്യത്തിന്റെ കുപ്പികൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ നമ്മുടെ റയാന് സിങ്കിലേക്ക് ഒഴിച്ചു കളയാണ്. കാരണം എന്താ, ഈ മദ്യമാണ് റയാന്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത്. ശരിക്കും അതിന്റെ ആ ഒരു ഭീകരത അത് പറയണമെങ്കിൽ, അതായത് റയാൻ ഭാര്യയെ കൊന്നു എന്ന് പറയുന്നില്ലേ, അതായത് ഭാര്യയുടെ പേര് കാതറിൻ എന്നാണ്. കാതറിനെ റയാൻ അന്ന് കൊന്നതിന് ശേഷം പിന്നെ അവൾ എന്ത് ചെയ്തു എന്ന് പോലും ഈ റയാൻ ഓർമ്മയില്ല. അത്രത്തോളം മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ പോലും താൻ ഈ മദ്യം രുചിച്ചു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് റയാൻ മുഴുവനായിട്ടുള്ള ആ ഒരു മദ്യം ആ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കളയാണ്. പക്ഷേ 15 വർഷം അവന് ജയിൽ ശിക്ഷ ലഭിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ്, കുറ്റബോധം, അത് അവനെ വിട്ടു പോകുന്നില്ല. ഒരു ദിവസം പോലും മനസ്സമാധാനത്തോട് കൂടിയിട്ട് റയാൻ ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ഭാര്യയെ അവൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. മദ്യലഹരിയുടെ പുറത്ത് എന്തോ ഒരു ദേഷ്യത്തിന് അവളെ എന്തോ ഒരു ബോധമില്ലായ്മയുടെ പേരിൽ കൊന്നു കളഞ്ഞു. പക്ഷെ ഇത്രയും വർഷത്തെ ശിക്ഷ കിട്ടിയാലൊന്നും ആ ഒരു കുറ്റബോധം അവന്റെ ഉള്ളിൽ നിന്ന് പോവില്ല. എന്തായാലും എങ്ങനെയൊക്കെയോ നമ്മുടെ റയാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്തോ ഒരു ശബ്ദം കേട്ടാണ് റയാൻ എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ അവന്റെ വീടിന്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു കാറ് വന്നു നിന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്നും 2 പേര് പുറത്തേക്ക് വന്ന് ഇവന്റെ വീടിന് പിറകിലുണ്ടായിരുന്ന ഒരു ചതുപ്പ് നിലത്തിലേക്ക് പോവാണ്. ആരാണ് അതറിയാൻ വേണ്ടിയിട്ട് റയാൻ പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു വൃദ്ധനും അതുപോലെ തന്നെ അയാളുടെ മകളും. 2 പേരും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു നിലത്തിൽ, ആ ചതുപ്പ് നിലത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന വയസ്സിനെ റയാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ റയാൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. അത് മറ്റാരുമല്ല, അവൻ കൊന്നുകളഞ്ഞ അവന്റെ പെണ്ണുണ്ടല്ലോ കാതറിൻ, ആ കാതറിന്റെ അച്ഛനായിട്ടുള്ള ലൂക്കയും അതുപോലെ തന്നെ ലൂക്കയുടെ 2ാമത്തെ മകളായിട്ടുള്ള എമിലി ആയിരുന്നു അത്. അവരുടെ മുന്നിലേക്ക് പോകാൻ ഇപ്പോൾ റയാൻ ഭയങ്കരമായിട്ട് പേടിയാവുകയാണ്. കാരണം ഈ ഒരു ലൂക്കയുടെ മകളെയാണല്ലോ റയാൻ കൊന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ ആ ഒരു കുഴി തോണ്ടുന്ന പരിപാടി ഇത് കഴിയുന്നത് വരെ റയാൻ വെയിറ്റ് ചെയ്യാണ്. ഇത് പോയി കഴിഞ്ഞപ്പോൾ റയാൻ പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ഒരുപാട് കമ്പുകൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെല്ലാം ഒരു തുണി കഷ്ണം കെട്ടിവെച്ചിരിക്കുകയാണ്, എന്തോ അടയാളം വെച്ചതുപോലെ. ഇപ്പൊ അതിലൂടെ എല്ലാം റയാൻ അങ്ങനെ ചുറ്റി നടക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു കാര്യം മുകളിൽ ഒരു ലോങ് ഷോട്ടിലൂടെ നമ്മളെ കാണിക്കുകയാണ്. എന്താ സംഭവം എന്നല്ലേ, ഒരച്ഛന്റെ മകളോടുള്ള ആ ഒരു സ്നേഹം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു വേദന, അതാണ് നമ്മൾ ആ ഒരു കാണുന്നത്. ആ ഒരു കുഴികൾ നല്ല ബോധമില്ലായ്മയിലായതുകൊണ്ട് തന്നെ റയാൻ ആ ഒരു ബോഡി എവിടെയാ വെച്ചതെന്ന് അവന് പറയാൻ കഴിയുന്നില്ല. പോലീസുകാരും അത് വിട്ടുകളിയാണ്. എന്ന് ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, കാതറിന്റെ അച്ഛൻ ലൂക്ക, കഴിഞ്ഞ 15 വർഷമായിട്ട് റയാന്റെ ആ ഒരു വീടും പരിസരവും കണ്ടിന്യൂസ് ആയിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കാതറിന്റെ ആ ഒരു ബോഡി കിട്ടാൻ വേണ്ടി. അതിനുവേണ്ടി ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജോലി വേണ്ടാന്ന് വെച്ചു, പലതും വേണ്ടാന്ന് വെച്ചു. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓൾറെഡി വല്ലാത്ത കുറ്റബോധത്തിൽ ഉണ്ടായിരുന്ന റയാന് ഇപ്പൊ കുറ്റബോധത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാണ്. സത്യം പറയുകയാണെങ്കിൽ അവൻ ഒരിക്കലും ഈ ഒരു കാര്യം ഒന്നും സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ റയാനെ കാണാനായിട്ട് ഒരു പോലീസുകാരൻ വരികയാണ്. അയാളുടെ പേര് മർഫി എന്നാണ്. ഈ മർഫി ലൂക്കയുടെ ഒരു കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരനോട് ഒരു കാര്യം നമ്മുടെ ലൂക്ക ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് റയാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അപ്പൊ അവനോട് പോയിട്ടൊന്ന് ചോദിക്കുക മകളുടെ ബോഡി എവിടെയാ കുഴിച്ചിട്ടേന്ന്. അപ്പൊ അത് അനുസരിച്ചാണ് മർഫി ഇങ്ങോട്ടേക്ക് വന്നിട്ട് റയാനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എവിടെ ആ ഒരു ബോഡി, നീ എവിടെയാ അത് കുഴിച്ചിട്ടേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ റയാൻ പറയാണ്, സാറേ ഞാൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു, അന്ന് എനിക്ക് ഒട്ടും ബോധമില്ലായിരുന്നു, എനിക്കറിയില്ല അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന്. എന്നെ കൂടുതലായിട്ട് നിങ്ങൾ മാനസികമായിട്ട് തളർത്തല്ലേ, അത്രയും ഞാൻ തകർന്നു കിടക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വീടും സ്ഥലവും ഇതെല്ലാം വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, എനിക്കതൊന്നും വിറ്റ് കളയണം. എന്തായാലും പിന്നീട് റയാൻ വീട്ടിലേക്ക് വരികയാണ്. ഒന്ന് കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ആകെ ചേറ് പോലെ. സോ ആ ഒരു ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് അവൻ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ 15 വർഷങ്ങൾക്ക് മുന്നേ കാതറിന്റെ കൂടെ എടുത്ത ആ ഒരു പഴയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ റയാൻ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും അവന്റെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ് വരികയാണ്. ഒരിച്ചിരി നേരത്തെ ദേഷ്യം കാരണം ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇത് ഓർത്ത് അവിടെ ഇരുന്നുകൊണ്ട് അവനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൊന്നും യാതൊരു മാറ്റവും ഇനി വരുത്താനില്ല, സംഭവിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസമായി റയാൻ ഇപ്പോ ലൂക്കയുടെ 2ാമത്തെ മകളുണ്ടല്ലോ, അതായത് തന്റെ ഭാര്യയുടെ അനിയത്തിയായിട്ടുള്ള എമിലി, അവളെ കാണാനായിട്ട് പോവാണ്. എന്നാൽ റയാനെ കണ്ട സമയത്തിന് ദേഷ്യം കൊണ്ട് അവളുടെ മുഖങ്ങ് മാറുകയാണ്. കാരണം ചേച്ചിയെ
ചേച്ചിയെ കൊന്ന ആളാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത്. അവൻ എന്തോ സംസാരിക്കാനുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റയാൻ ഇപ്പോൾ എമിലിയുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊന്നും സംസാരിക്കും വേണ്ട, നിങ്ങളെ കാണും വേണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിലാണ് ഇപ്പൊ എമിലി അവിടുന്ന് പോകുന്നത്. പരമാവധി റയാൻ അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എമിലി പറയാണ്, എന്റെ ചേച്ചിയെ കൊന്നവനാണ് നീ, എന്റെ മുന്നിലേക്ക് നീ വന്നു പോരുത്, പോടാ അവിടുന്ന് പറഞ്ഞിട്ട് റയാൻ ആട്ടി ഓടിക്കണത്. എന്നാൽ തലയും താഴ്ത്തി റയാൻ അങ്ങനെ നിന്നിട്ട് എമിലിയോട് ഒരു കാര്യം പറയാണ്, ഓൾറെഡി ഞാൻ തകർന്നു കിടക്കാണ്, നീയും അതുപോലെ തന്നെ നിന്റെ അച്ഛനും കൂടെ എന്റെ പറമ്പെന്ന് പോകണം, എനിക്കിത് കാണാൻ വയ്യ. എന്നാൽ എമിലി ഇതൊന്നും കേൾക്കാതെ അവളുടെ ആ ഒരു കാറിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ അവന്റെ വീടിന്റെ ആ ഒരു പിന്നാമ്പുറത്തേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചതുപ്പിലാണല്ലോ ഈ ഒരു ലൂക്ക കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്കയുടെ അടുത്തേക്ക് വന്നിട്ട് എമിലി ഈ കാര്യങ്ങളൊക്കെ പറയാണ്, അയാൾ എന്നെ കണ്ടായിരുന്നു, എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മളോട് ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ലൂക്ക ആ ഒരു ഭക്ഷണം അവളോട് അവിടെ താഴെ വെക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അയാൾ വീണ്ടും കുഴിക്കാൻ തുടങ്ങുകയാണ്. അതൊന്നും, അതായത് റയാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതൊന്നും ഇയാൾക്ക് യാതൊരു വിഷയമില്ല. ഈ ഒരു മനുഷ്യനെ പോലെ തന്നെ ഇയാളുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള ഈ എമിലിയും ചേച്ചിയുടെ ആ ഒരു ബോഡി തേടിക്കൊണ്ട് കഴിഞ്ഞ 15 വർഷം അച്ഛന്റെ കൂടെ ഇവിടെ നിന്ന് അവർ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. അതായത് റയാൻ അവന്റെ പൈപ്പിലെ വെള്ളമെല്ലാം ഭയങ്കര മോശമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ കിണറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് അവൻ വിചാരിക്കുകയാണ്. പതിയെ ആ ഒരു കിണറിലേക്ക് അവൻ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി നോക്കുമ്പോൾ ഒരുമാതിരി ചതുപ്പും പോലെയാണ് ആ ഒരു നിലം മുഴുവനായിട്ട്. അതിന്റെ ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കിണറിലേക്ക് ഇറങ്ങിയിട്ട് അത് മുഴുവനായിട്ടും അവൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഇറങ്ങാൻ ഉപയോഗിച്ച ആ ഒരു കയർ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയില്ല, നല്ല ഉറപ്പുള്ള കയറായിരുന്നു, ഇത് പൊട്ടി റയാൻ ആ ഒരു കിണറിലേക്ക് തന്നെ വീഴാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കിണറിന് വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റയാനും വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും മുകളിലേക്ക് എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി വന്ന് നോക്കുന്ന സമയത്ത് റയാൻ ഒരു കാര്യം കണ്ടു. അവൻ കയറാൻ ഉപയോഗിച്ച ആ ഒരു കയറുണ്ടല്ലോ, അതാരോ മനഃപൂർവ്വം മുറിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാരാ ചെയ്തതെന്ന് റയാന് നന്നായിട്ട് അറിയാം, മനസ്സിലായിട്ടുമുണ്ട്. എന്നാൽ പ്രതികരിക്കാനൊന്നും അവൻ നിൽക്കുന്നില്ല കേട്ടോ. പതിയെ ആ ഒരു ലൂക്ക, അതായത് അവന്റെ അമ്മായിയച്ഛൻ കുഴി കുഴിക്കുന്നുണ്ടല്ലോ, ആ മനുഷ്യന്റെ മകളുടെ ആ ഒരു ബോഡി തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പയ്യെ റയാൻ പോയി നോക്കുകയാണ്. പിന്നീട് സകല ധൈര്യം സംഭരിച്ചുകൊണ്ട് നേരെ ലൂക്കയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ റയാന് കിട്ടിയതോ നല്ല ഉഗ്രം തല്ലായിരുന്നു. ആ ഒരു തൂമ്പയും അതുപോലെ തന്നെ കൈയും വെച്ച് ലൂക്ക റയാനിട്ട് നല്ല ചാമ്പ് ചാമ്പുന്നുണ്ട്. എന്നിട്ട് ഈ ലൂക്ക കീശയിൽ നിന്നും മകളുടെ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അവനെ കാണിച്ചിട്ട് പറയാണ്, എന്ത് തെറ്റാടാ എന്റെ മോള് ചെയ്തത്, ഇത്ര കാലമായിടാ എന്റെ മോളെ ഞാൻ കണ്ടിട്ട്, അവളുടെ ബോഡി പോലും എനിക്ക് കിട്ടിയില്ലല്ലോടാ, നീ എന്താണ് എന്റെ മോളെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും തല്ലുമോ അവസാനം ക്ഷമകെട്ട നമ്മുടെ റയാനും തിരിച്ചടിക്കുകയാണ്. ഇപ്പൊ വീണ് കിടക്കുന്ന ലൂക്കയെ നോക്കിയിട്ട് പറയാണ്, ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കേൾക്ക്, സമ്മതിച്ചിരിക്കുന്നു, ഞാനത് ചെയ്തു, അതിന്റെ ആ ഒരു കുറ്റബോധത്തിലാണ് ഓരോ ദിവസവും ഞാനിപ്പോ ജീവിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല ആ ഒരു ബോഡി ഞാൻ എന്താ ചെയ്തതെന്ന്, ദയവ് ചെയ്തിട്ട് ഇവിടുന്ന് നിങ്ങളൊന്ന് പോയി തരണമെന്ന് ഈ ലൂക്കയോട് പറയുമ്പോൾ റയാന്റെ അടുത്ത് ലൂക്ക പറയാണ്, ഇല്ലടാ ഞാൻ ഇവിടുന്ന് പോയില്ല, എന്റെ മകളുടെ ഡെഡ് ബോഡി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇപ്പൊ രണ്ടും കൽപ്പിച്ചുകൊണ്ട് റയാൻ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു ആയുധം ഉണ്ടായിരുന്നു. ആ ഇത് എടുത്തുകൊണ്ട് നേരെ ലൂക്കയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ലൂക്ക വിചാരിച്ചു ഒരു തല്ലിനാ വരുന്നതെന്ന്. ലൂക്കയും കയ്യിലുണ്ടായിരുന്ന ആ ഒരു തൂമ്പ റെഡിയാക്കി നിൽക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന റയാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ലൂക്ക എന്താണോ ചെയ്യുന്നത് അതേ പരിപാടി തന്നെ മറ്റൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഈ ലൂക്ക അതങ്ങനെ നോക്കി വന്നു. അവനും കുഴിക്കട്ടെ, അവനും സഹായിക്കട്ടെ എന്നിങ്ങനെ ലൂക്ക കരുതാണ്. കുറച്ചു കഴിയുമ്പോൾ ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് എമിലി അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ലൂക്കയുടെ രണ്ടാമത്തെ മകള്. അവൾക്കിത് കണ്ടിട്ട് തീരെ സഹായിക്കുന്നില്ല. അച്ഛൻ്റെ അടുത്ത് വന്ന് ചൂടാവാണ്. അച്ഛാ അവനോട് പോവാൻ പറയുടെ, ഈ ഒരു പണി ചെയ്യാനായിട്ട് അവൻ നമ്മളെ സഹായിക്കണ്ട, പോവാൻ പറ അച്ഛാ, പോവാൻ പറയാന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കരമായിട്ട് റൈസായിട്ട് കയറുകയാണ്. ഇപ്പൊ ലൂക്ക പറയണ, മോളെ നമുക്ക് വേറെ ഒരു വഴിയില്ല, അവനെ അറിയുള്ളൂ ആ ഒരു ബോഡി എവിടെയാ കുഴിച്ചിട്ടെന്ന്, അതുകൊണ്ട് അവൻ കുഴിക്കട്ടെ, അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന്. എമിലിക്ക് ഈ ഒരു കാര്യം തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു പോലീസുകാരനുണ്ടല്ലോ മർഫിയോട് കാര്യങ്ങൾ ചെന്ന് പറയുന്നുണ്ട്, അങ്കിളെ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ അവൻ നിൽക്കുന്നുണ്ട്, അവിടെ നിന്നെങ്കിലും അവനൊന്ന് മാറ്റി തരാൻ പറ്റുമോ, എനിക്ക് പറ്റുന്നില്ല അവനെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ. ഇതേ സമയത്ത് മർഫി പറയാണ്, അതെങ്ങനെയാ മോളെ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി അവൻ ശിക്ഷയെല്ലാം അനുഭവിച്ചു വന്നിരിക്കുകയാണ്, ലീഗലി അവന്റെ പേരിൽ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല, പിന്നെ ആ ഒരു വീടും സ്ഥലവും പറമ്പും അതെല്ലാം അവൻ്റെതല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ. ഇതേ സമയത്ത് തന്നെ ബാക്കിൽ ആ ഒരു ചതുപ്പ് പറമ്പുണ്ടല്ലോ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമ്മുടെ ലൂക്കയും അതുപോലെ റയാനും രണ്ടുപേരും രണ്ട് ഭാഗത്തും കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് രണ്ടുപേരും വിശ്രമിക്കാനായിട്ടൊന്ന് കയറി നിന്നപ്പോൾ അവിടെ തന്നെ ചെറിയുടെ ഒരു മരം ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് പഴങ്ങൾ പറിച്ചിട്ട് ഒരു വെള്ളത്തിലിട്ട് കലക്കിയിട്ട് അത് ഈ ലൂക്ക റയാന് കുടിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ദിവസവും 2 നേരം ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുക, അങ്ങനെയെങ്കിലും പോയതിന്റെ ബോധം തിരിച്ചു വരട്ടെ, ഓർത്തെടുക്ക് എന്റെ മകളെ നീ എന്താ ചെയ്തേന്ന്. ഒന്നും പറയാൻ കഴിയുന്നില്ല റയാന്. കുറ്റബോധം കൊണ്ട് തലയും താഴ്ത്തി എന്ന് എന്താണോ ആ ഒരു മനുഷ്യൻ പറയുന്നത് അത് അതുപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ ആ ഒരു മനുഷ്യന്റെ കൂടെ നന്നായിട്ട് തന്നെ അന്ന് അധ്വാനിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് കുഴിച്ചു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ബോഡി കാണാൻ കഴിയുന്നൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് റയാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിന്റെ ഒരു ചുമരിന്റെ ഒരു ഭാഗത്തായിട്ട് ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് കൊലയാളി എന്ന രീതിയിൽ. ഓൾറെഡി റയാന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം ഗിൽറ്റ് എല്ലാം കൊണ്ട് മനസ്സ് മടുത്തിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ കണ്ടപ്പോൾ അവനാകെ തകർന്നു പോവാണ്. എങ്ങനെയൊക്കെയോ വേഗം തന്നെ അത് കഴുകി കളയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഈ ഒരു റയാനെ കാണാനായിട്ട് നമ്മുടെ എമിലി അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, റയാനെ സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്നാ റയാന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലല്ലോ. അപ്പോൾ എമിലി ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് എന്റെ അച്ഛനെ വിട്ട് നീ ഒന്ന് പോ, അച്ഛനെ നീ സഹായിക്കണ്ട, നീ അടുത്തുള്ള സമയത്തോളം ആ ഒരു മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവും. കഴിഞ്ഞ 15 വർഷമായിട്ട് എന്റെ ചേച്ചിയെ തേടി നടക്കുകയാണ് ആ ഒരു ചതുപ്പില്. സത്യം പറയുകയാണെങ്കിൽ മനസ്സ് ഇത്രത്തോളം തളർന്നു പോയിട്ടും ആ ഒരു മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്.
ചെയ്യുന്നത് ആ ഒരു തേടൽ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് നീ ദയവ് ചെയ്തിട്ടൊന്ന് മാറി നിൽക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതവും കളഞ്ഞ് ജോലിയും കളഞ്ഞ് അദ്ദേഹം നിൽക്കുന്നത് പോലെ തന്നെ ഞാനും എന്റെ ജീവിതം കളഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. നീ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ മതി നീ പോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എമിലിയും അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ചതുപ്പിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഷെഡ് പോലെ ഈ ഒരു ലൂക്ക ആക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെല്ലാം കുഴിയെടുത്തു, ഇനി എവിടെയൊക്കെയാ കുഴിക്കേണ്ടത്, ആ രീതിയിൽ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ആയുധവും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടാണ്. സോ അങ്ങോട്ടേക്ക് ഇപ്പൊ ലൂക്ക പോയ സമയത്ത് റയാൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് കൊടികൾ പോലെ എന്തോ കുത്തി വെച്ചിട്ടില്ലേ, അതെന്തോ മാറ്റി കുത്താണ് റയാൻ. ഇപ്പോ ഇത് കണ്ടപ്പോൾ ലൂക്കയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് ഇവനെ തള്ളി മാറ്റിയിട്ട് പറയാണ്, കുഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പണി മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ നിൽക്കണ്ട. റയാൻ തിരിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും രണ്ടുപേരും വീണ്ടും അവരുടെ പണി തുടങ്ങുകയാണ്. അതായത് കുഴി കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് തലയോട്ടിയിൽ കൈക്കോട്ട് തട്ടിയതുപോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ഒരു തൂമ്പ താഴെ ഇട്ടിട്ട് റയാൻ വേഗം തന്നെ കൈകൊണ്ട് അവിടെ മാന്തി വെക്കുന്ന സമയത്ത് ഈ ശബ്ദം ലൂക്കയും കേട്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ ഓടി വരികയാണ്, റയാനെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് ലൂക്ക തന്നെ ആ ഒരു മണ്ണ് മാന്തി നോക്കുമ്പോൾ അത് മനുഷ്യന്റെ തലയാട്ടി ആയിരുന്നില്ല, ഏതോ ഒരു ആടിന്റെയോ മാനിന്റെയോ അങ്ങനെ എന്തോന്നായിരുന്നു. ആ ഒരു മനുഷ്യൻ പ്രതീക്ഷയുടെ അടുത്ത് വരെ എത്തിയതിനു ശേഷം ഇതുപോലൊന്ന് കണ്ടപ്പോൾ തകർന്നു പോവാണ്. വീണ്ടും അവിടെ കിടന്ന് തേങ്ങിക്കരയാണ് കേട്ടോ. ഇത് കണ്ട സമയത്ത് റയാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവനും കരയാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ഓർമ്മയില്ല, അന്നത്തെ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു പോയി, പിന്നീട് ആ ഒരു ഡെഡ് ബോഡി എവിടെ കൊണ്ടുവച്ചെന്നോ, സത്യം പറയാണ്, ഞാൻ നിങ്ങളോട് നുണ പറയല്ല, എനിക്ക് അത് അറിയില്ല എന്ന് തന്നെ അവൻ കരഞ്ഞു പറയാണ്. ഇതേ സമയത്ത് തന്നെ ലൂക്ക അവന്റെ മുഖത്ത് നോക്കിയിട്ട് സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാണ്, എന്റെ മകൾ അവസാനമായിട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ നിന്റെ നഖങ്ങളിൽ നിന്നും എന്റെ മകളുടെ ആ ഒരു സ്കിന്നിന്റെ ചെറിയ ചെറിയ അംശം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റയാനെ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ മകളെ കൊന്ന് നീ എന്തോ ചെയ്തിട്ടുണ്ട്, അത് മാത്രം നീ ഒന്ന് ആലോചിച്ചെടുത്താൽ മതി. പക്ഷെ പാവം റയാന് എന്ത് ചെയ്യാനാ, ഓർമ്മ വരണ്ടേ. എന്തായാലും അന്നത്തെ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞ് റയാൻ ഇപ്പോൾ അവന്റെ ആ ഒരു വീട്ടിന്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് എമിലി അങ്ങോട്ടേക്ക് വരികയാണ്. എമിലി ഒരു കാര്യം ഇപ്പോൾ റയാന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, വൈകുന്നേരം ബാറിൽ വെച്ച് കാണാം. അല്ല എന്തിനാ അവിടെ വെച്ച് കാണാന്നൊക്കെ ചോദിച്ചപ്പോൾ എമിലി പറയാണ്, നീ ഒന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട, എന്റെ ചേച്ചിയെ കൊന്നവനാണ്, മുഴുവൻ സമയം കുടിയനായിട്ട് നടന്ന് ജീവിതം തൊലച്ചവനാണ് നീ എന്നോട് സംസാരിക്കാൻ വരണ്ട. എമിലി ഈ രീതിയിലൊക്കെ ഒരു ദയയില്ലാതെ റയാനോട് സംസാരിക്കുന്നതിന് കാരണം അവൾക്കുള്ളിലുണ്ടായിരുന്ന ആ ഒരു പകയാണ്. എന്തൊക്കെയായാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവൾക്കത് മറക്കാൻ കഴിയില്ലേ. അപ്പൊ എമിലി പറഞ്ഞതുപോലെ വൈകുന്നേരം സംസാരിക്കാന്ന് റയാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പറയുന്നതിനൊന്നും അവൻ തിരിച്ചു പറയുന്നില്ല, ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെയാണ്, അത് അവൻ റിയലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഇരുട്ടായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും കുഴി ഒഴിക്കാനായിട്ട് റയാൻ നേരെ ബേക്കിൽ ആ ഒരു ചതുപ്പ് നിലയത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ പണിയെടുക്കാണ്. ആ സമയത്ത് എമിലി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ റയാൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയുടെ മരം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നോക്കുകയാണ്. പണിയെടുത്ത് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയി നിൽക്കുന്നുണ്ട്. ആ മരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് അവനൊരു കാര്യം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവന്റെയും അതുപോലെ തന്നെ കാതറിന്റെയും ആ ഒരു പേര്. ഇവര് റൊമാൻറ്റിക് ആയി ഇരുന്ന സമയത്ത് അവരന്ന് എഴുതി വെച്ചതായിരുന്നു ആ ഒരു പേര്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ എമിലി അത് നോക്കുന്നുണ്ട്. അവളും അത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓ, ഇപ്പോഴും അത് മാഞ്ഞു പോയിട്ടില്ല അല്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. അതായത് റയാന്റെ ഉള്ളിൽ കുത്തുന്ന രീതിയിൽ തന്നെ എമിലി സംസാരിക്കുകയാണ്. എന്തായാലും അന്നത്തെ ആ ഒരു പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നേരെ ഇപ്പോൾ അവിടുത്തെ ആ ഒരു ഷെഡിലേക്ക് റയാനും ലൂക്കയും ചെന്നിരിക്കുകയാണ്. പിന്നീട് മദ്യപിച്ചുകൊണ്ട് ലൂക്ക റയാനോട് ഒരു കാര്യം പറയാണ്. അതായത് ഈ ഒരു ചതുപ്പ് നിലയുണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിലൊരു ജീവിയുടെ ശരീരം മൂടി പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചധികം വർഷങ്ങൾ ഇതിന്റെ അടിയിൽ നിലനിൽക്കും. ഈ മണ്ണിന്റെ പ്രത്യേകതയാണത്. ഇനിയിപ്പോ ആ ഒരു ഇറച്ചിയും മജ്ജയും മാംസമൊന്നും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും എല്ലെങ്കിലും അവശേഷിക്കും. അത് ഈ ഒരു മണ്ണിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് റയാനെ നീ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ കൂടെ നിൽക്കണം, അവസാനം വരെ. എന്നാണ് അവളുടെ ആ ഒരു ബോഡി കിട്ടുക, അതുവരെ നീ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഭയങ്കര സങ്കടത്തിൽ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ലൂക്ക സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ റയാന് പിന്നെയും പിടുത്തം വിട്ടു പോവാണ് കേട്ടോ. ഉള്ളിൽ ആ ഒരു കുറ്റബോധം അത് വീണ്ടും പുറത്തേക്ക് വരികയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അവന് തിരിയുന്നില്ല. നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ മദ്യത്തിന്റെ കുപ്പി ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചാലോ എന്ന് അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇനി തൊടില്ല എന്ന് തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ സമയത്ത് അവനൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇനി വിശ്രമമില്ലാതെ പണിയെടുക്കുക തന്നെ, പോയിട്ട് അവളുടെ ആ ഒരു ബോഡി തേട് തന്നെ. അങ്ങനെ ആയുധം എടുത്തുകൊണ്ട് അവൻ ആ ഒരു ചതുപ്പ് നിലയത്തിലേക്ക് ചെല്ലുകയാണ്. അതങ്ങനെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു മനുഷ്യന് ഇതുപോലെ പണിയെടുക്കുന്നതിന് ഒരു പരിധിയില്ലേ. ഇതിങ്ങനെ കിളച്ച് കയ്യിലെ തൊലിയെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലും നോക്കാതെ റയാൻ കണ്ടിന്യൂസ് ആയിട്ട് കുഴികൾ കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവസാനം അവൻ തളർന്നു പോവാണ്, കൈയെല്ലാം പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. ഇപ്പൊ റയാൻ പുറത്തേക്ക് വന്നിട്ട്, അതായത് അവന്റെ വീടിന്റെ അരികിലേക്ക് വന്നിട്ട് കൈയൊക്കെ കഴുകുമ്പോൾ ഇതാര് കാണുകയാണ്, എമിലി കാണുകയാണ്. ഈ ഒരു മൊമെന്റിൽ അവൾക്ക് എന്തോ ഈ റയാനോട് എന്തോ പാവം പോലെ തോന്നുകയാണ് കേട്ടോ. കാരണം കൈയെല്ലാം പൊളിഞ്ഞ് അവന്റെ ആ ഒരു അവസ്ഥയും ഒരിച്ചിരി എമിലി മനസ്സിലാക്കുകയാണ്. ഒരിച്ചിരി കേട്ടോ, അവനോട് ക്ഷമിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. എന്തായാലും റയാനെ ഇപ്പൊ എമിലി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു മുറിയിൽ മരുന്നെല്ലാം വെച്ച് നന്നായിട്ട് കൈകൾ രണ്ടും കെട്ടിക്കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം റയാനോട് പറയുന്നുണ്ട്, അധികം നേരം ഇവിടെ നിൽക്കേണ്ട, വേഗം പോയിക്കോ, അച്ഛൻ ഇപ്പൊ വരുന്നു. ഇപ്പൊ റയാൻ നേരെ എഴുന്നേറ്റ് മുന്നോട്ടേക്ക് നടക്കുകയാണ്. പോകുന്നത് കാതറിന്റെ റൂമിലേക്കാണ്. കാതറിന്റെ ആ ഒരു വസ്തുക്കളും കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ എമിലി കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നോക്കി ഈ റയാൻ ഭയങ്കര ഇമോഷണലായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എമിലി വരികയാണ്. അവൾ ഒരു ദയയില്ലാതെ പറയാണ്, ഇവിടെ നിൽക്കണ്ട, പുറത്ത് നിന്ന് തന്നെ പറയാണ്. അതായത് ശാരീരികമായിട്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സഹായിച്ചു എന്ന് മാത്രം എന്ന് കരുതി അവനോട് ക്ഷമിക്കില്ല അവള്. ഇവിടെ കിടന്ന് നിന്റെ
സെന്റിമെന്റ്സ് കാണിക്കാൻ നിൽക്കുന്നുണ്ട്. ഇറങ്ങി പോവാൻ തന്നെ എമിലി പറയാണ്. ഭയങ്കര വിഷമത്തിൽ എന്താ പറയാ, അവന്റെ ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പുറത്തേക്ക് വരികയാണ്. നിലത്ത് തലവെച്ച് മണ്ണിലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ഈ മഹാഭാവം ഞാൻ ചെയ്തു എന്നൊക്കെ കരുതിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച പൊന്നുപോലും നോക്കിയ ഒരു പെണ്ണിനെ മദ്യത്തിന്റെ ലഹരിയിൽ പെട്ടെന്ന് ഒരു ദിവസം കൊന്നുകളയാണ്. പിന്നീടാണ് ആ ഒരു ബോധം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കുറ്റബോധം എത്രത്തോളം ആയിരിക്കും. സോ അത് തന്നെയാണ് റയാനും ഫീൽ ആവുന്നത്. മാത്രമല്ല അതിന്റെ പുറമെ ആ കുട്ടിയുടെ അച്ഛൻ, അതായത് ക്യാദറിന്റെ അച്ഛൻ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു കാര്യങ്ങൾ ഇതുകൂടെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ റയാന്റെ മാനസിക നില തെറ്റാൻ വരെ പാകത്തിന് അങ്ങനെ ആയിട്ടുള്ളത്. എന്തായാലും ആ ഒരു ചതുപ്പ് നിലയത്തിലേക്ക് അവൻ വരികയാണ്. ഒരു പ്രാന്തനെ പോലെ അതിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്താണ് റയാൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ആ മരത്തിലുണ്ടായിരുന്ന ചെറികളുണ്ടല്ലോ, ഇതൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ലൂക്ക് അവന് കൊടുത്തിട്ട് പറഞ്ഞല്ലോ, ഇത് നന്നായിട്ട് 2 നേരം കുടിക്കുക, അങ്ങനെയെങ്കിലും നിന്റെ ബോധം തിരിച്ചു വരട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു പഴങ്ങൾ കഴിക്കുന്നത് ചെറിയൊരു കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു നോക്കാം, ഓർമ്മ ഒരിച്ചിരിങ്കിലും തിരിച്ചു കിട്ടട്ടെ. ആ ഒരു ലൂക്ക്, അതായത് ആ അപ്പാപ്പനൊരു സമാധാനം കിട്ടിക്കോട്ടെ, അവളുടെ ആ ഒരു ബോഡി കിട്ടട്ടെ. കിട്ടണമെങ്കിൽ എന്ത് വേണം? റയാന്റെ ബോധം തിരിച്ചു കിട്ടണം. ആ ബോധം തിരിച്ചു കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മദ്യപിച്ച് നോക്കിയാലോ എന്ന് കരുതിയിട്ട് റയാൻ നേരെ ബാറിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. കുടിച്ച് ബോധം പോകല്ലാതെ അവനൊരു തേങ്ങ ഓർമ്മ വരുന്നില്ല. അതെങ്ങനെയാ വരിക? അതെന്ത് ലോജിക്കാണ്? എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം, ബോധമില്ലാതെ ചെയ്ത കാര്യം, അന്ന് ചെയ്ത കാര്യം ഇതുപോലെ ഇന്ന് കുടിച്ച് ആ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ ഓർത്തെടുക്കാൻ നോക്കിയാല് ഒരു ലോജിക്കും ഇല്ലാത്തൊരു പരിപാടിയല്ലേ. ഇതേ സമയത്തിന് ആ ഒരു ബാറിൽ ലൂക്കയുടെ ഫ്രണ്ട് ആയിട്ടുള്ള പോലീസുകാരനായിട്ടുള്ള മർഫി വന്നിട്ട് റയാന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചിട്ട്, വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം, ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോവാണ്. എന്നാൽ കൊണ്ടുപോയത് വെറുതെ സംസാരിക്കാനായിരുന്നില്ല, അവന്റെ കലിപ്പ് തീർക്കാനായിരുന്നു. അതായത് ഈ മർഫിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ലൂക്കയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ്? റയാനാണ്. അപ്പൊ ആ ഒരു ദേഷ്യം പോലീസുകാരനായിട്ടുള്ള ഈ മർഫിക്ക് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുപോയിട്ട് റയാനിട്ട് നല്ല വീക്കിയത്. ഒരാൾ മാത്രമല്ല, കുറെ പേര് വന്ന് അവനിട്ട് നല്ല ചവിട്ടുന്നുണ്ട്. കാരണം എന്താ? അവനൊരു കൊലയാളിയാണേ. നടു റോഡിലിട്ട് തല്ലി കൊന്നാലും ഒരുത്തൻ പോലും തിരിഞ്ഞു പോകില്ല, കാരണം അവനൊരു കൊലയാളിയാണ്. എന്തായാലും എങ്ങനെയൊക്കെയോ റയാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അടി കൊണ്ട് ഇമാതിരി ഒരു പരുവായിട്ടും അവൻ ലൂക്കയുടെ കൂടെ തന്നെ രാവിലെ തന്നെ കുഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇപ്പൊ ഇത് കണ്ട സമയത്ത് റയാനോട് ലൂക്ക് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഇത്രയും പരിക്കേറ്റതല്ലേ, ഇന്ന് ഈ പണിക്ക് ഇറങ്ങണം ചോദിക്കുമ്പോൾ റയാൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന ലൂക്കൊക്കെ ഉണ്ടല്ലോ, ഒരു കഷ്ണം തുണി കിട്ടുകയാണ്. പെട്ടെന്ന് തന്നെ റയാനും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ ആ ഒരു തുണി റയാനെ കാണിച്ചുകൊണ്ട് ലൂക്ക് ചോദിക്കുന്നുണ്ട്, ഇത് എന്റെ മകളുടെ തുണിയല്ലേ? എടാ പറയടാ ഇവിടെയാണോ കുഴിച്ചിട്ടത്? എന്നാ റയാൻ എന്ത് പറയാനാ? അവനങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ഈ ലൂക്ക കയ്യിലുണ്ടായിരുന്ന ആ ഒരു തൂമ്പ് വെച്ച് ഒരേറ്റ അടി കൊടുക്കണം. പറയടാ എന്റെ മോളെ എവിടെയെന്ന് പറഞ്ഞിട്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ. അടി കൊണ്ട് റയാന്റെ ബോധം സ്പോട്ടിൽ പോയി കേട്ടോ. നരകം എന്ന് പറഞ്ഞാൽ നരകം തന്നെ കാണുകയാണെന്ന്. എന്തായാലും കുറെ നേരം കഴിഞ്ഞിട്ടാണ് റയാന്റെ ബോധം വരുന്നത്. ഇപ്പോഴും ആ ഒരു കുഴിയിൽ തന്നെയാണ് അവൻ കിടക്കുന്നത്. നേരാണെങ്കിൽ രാത്രി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്ക, ആ ഒരു മനുഷ്യൻ പ്രാന്ത് പിടിച്ചതുപോലെ അതിന്റെ ആ ഒരു ചുറ്റുഭാഗവും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളും പോയിട്ടില്ല. ഇപ്പൊ നമ്മുടെ റയാന് ബോധം വന്നല്ലോ. ഈ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് മുട്ടുകുത്തി നിന്നിട്ട് പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലാതെ, ദയവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് കരഞ്ഞുകൊണ്ട് റയാൻ പറയാണ്. എന്ന് ലൂക്ക് അവന്റെ മുഖത്തോക്കിട്ട് പറയാണ്, നീ മരിക്കാൻ പാടില്ലടാ, നീ മരിക്കരുത്, നിനക്ക് കിട്ടുന്ന ശിക്ഷ ഇതായിരിക്കണം. ഇഞ്ചിഞ്ചായിട്ട് ആ കുറ്റബോധം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട് തന്നെ നീ മരണം. ജീവിത അവസാനം വരെ നീ അത് ഫീൽ ചെയ്യാം. സത്യം പറയാണ്, മരണത്തെക്കാൾ വലിയ ശിക്ഷയാണ് റയാൻ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥ നമ്മുടെ എമിലി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു മൊമെന്റിൽ അവൾക്ക് എന്തോ അവനോട് വല്ലാതെ പാവം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഇപ്പൊ റയാന്റെ അടുത്ത് പോയിട്ട് എമിലി ഇരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കേണ്ട എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ റയാൻ ഒരു കാര്യം പറയാണ്, നിനക്കറിയോ എന്തുകൊണ്ടാണ് എന്റെ സ്വഭാവത്തിൽ ഈ രീതിയിൽ മാറ്റം വന്നതെന്ന്? ഇപ്പൊ എമിലി പറയാണ്, എനിക്കറിയാം. കാരണം ഇവരൊക്കെ ഒരേ നാട്ടുകാരാണല്ലോ. സത്യം പറയുകയാണെങ്കിൽ റയാന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിരുന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ നന്നായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവന്റെ ചെറുപ്പകാലത്തിലെ ഈ ഒരു പ്രശ്നമാണ് അവൻ ഭയങ്കര ദേഷ്യക്കാരനായിട്ട് മാറാനുള്ള കാരണം തന്നെ. അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ ആ ഒരു ആശ്വാസത്തിൽ റയാൻ അറിയാതെ എമിലിയുടെ കയ്യിലൊന്ന് പിടിച്ചു പോകണം കേട്ടോ. ആ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. എമിലിക്ക് അങ്ങ് ദേഷ്യം കയറി വരുന്നുണ്ട്. റയാനെ നോക്കിയിട്ട് പറയാണ്, കള്ള നായി, നീ എന്റെ കയ്യിൽ പിടിക്കോടാ. എന്റെ ചേച്ചിയെ കൊന്നിട്ട് ഇച്ചിരി ഒരു പാവം തോന്നിയപ്പോ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ നീ എന്നെ തൊടുന്നോടാ. റയാൻ ഇങ്ങനെ അവളെ നോക്കിയിട്ട് പേടിച്ച് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. എന്ന് എന്തുകൊണ്ടാന്ന് അറിയില്ല, എമിലി പെട്ടെന്ന് തന്നെ ഈ റയാന്റെ അടുത്തേക്ക് വരികയാണ്. അവനെ പിടിച്ച് പതിയൊന്ന് ചുംബിക്കുകയാണ്. പിന്നെ റയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു ഇച്ചിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബോധമില്ലാതെ ചുംബിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് രണ്ടുപേർക്കും ബോധം വരുന്നത്. രണ്ടുപേരും വിട്ടുമാറി നിൽക്കുകയാണ്. ഇപ്പൊ എമിലിയും സോറി പറയുന്നുണ്ട്, റയാനും സോറി പറയുന്നുണ്ട്. ഇതിന്റെ അടുക്കാണ് റയാൻ ഒരു കാര്യം കാണുന്നത്. എമിലിയുടെ കഴുത്തിൽ ഒരു മാല, അതേ മാല തന്നെയാണ് അവന്റെ ഭാര്യയായിട്ടുള്ള ക്യാദറിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നത്. അല്ല, ഈ ഒരു മാല അത് നിന്റെ ചേച്ചിയുടെ മാലയല്ലെന്ന് റയാൻ ചോദിക്കുമ്പോൾ എമിലി പറയാണ്, ചേച്ചിയുടെ അല്ല, എന്റെ അമ്മയുടെ മാലയായിരുന്നു. കുറച്ചു കാലം എന്റെ ചേച്ചിയുടെ കഴുത്തിലായിരുന്നു ഈ ഒരു മാല ഉണ്ടായിരുന്നത്. പിന്നീട് അത് അമ്മയുടെ കഴുത്തിലായിരുന്നു. അമ്മ മരിക്കാൻ സമയത്ത് അതെനിക്ക് തന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ അമ്മയുടെ അവസ്ഥയും വളരെയധികം മോശമായിരുന്നു. മരിക്കാൻ സമയത്ത് ക്യാൻസർ വന്ന് അച്ഛൻ പോലും അടുത്തുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ മാത്രമായിരുന്നു അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്തും ഒരു ഭ്രാന്തനെ പോലെ ഈ ഒരു തോട്ടത്തിൽ വന്നിട്ട് എന്റെ അച്ഛൻ ലൂക്ക ആ ഒരു കുഴികൾ അങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാന സമയത്ത് എന്റെ അമ്മയെ ഒരു വട്ടം പോലും നോക്കാൻ പോലും അയാൾ വന്നിട്ടില്ലായിരുന്നു. ആ മരണസമയത്താണ് അമ്മ എനിക്ക് ഈ ഒരു മാല എനിക്ക് തന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നും എന്തൊക്കെയോ ബഹളം കേൾക്കാണ്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ലൂക്കയുടെ കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാരൻ മർഫി ഉണ്ടല്ലോ, ഇയാൾ വലിയൊരു എന്താ പറയാ JCB അതുപോലെ
തന്നെ കുറച്ചധികം പോലീസുകാർ ഒരു ടീമായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, അതായത് ലൂക്കിക്ക് ഇന്നലെ കുഴി ഒഴിച്ചപ്പോൾ ഒരു കഷ്ണം തുണി കിട്ടിയില്ലേ, ആ ഒരു കാര്യം മർഫിയോട് പറഞ്ഞു. അതായത് ബോഡി ഇവിടെ തന്നെയുണ്ട്, കൺഫേം ആയി. അതുകൊണ്ട് കൂട്ടമായിട്ട് വന്നിട്ട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു ബോഡി വേഗം കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്ലാനിലാണ് മർഫി ഇത്രയും സജ്ജീകരണങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ റയാൻ പറയാണ് ഇത് എന്റെ മണ്ണാണ്, എന്റെ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ കയറാൻ പാടില്ലെന്ന്. ഇപ്പൊ മർഫിക്ക് ദേഷ്യം വരികയാണ്. അതെന്താടാ ഞാൻ കയറിയാല് എന്നെ തടുക്കാൻ നിൽക്കണ്ട, എനിക്ക് വീണ്ടും നിന്നെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മർഫി അവന്റെ ആളുകളുമായിട്ട് അവിടെ മുഴുവനും തെരച്ചിൽ ആരംഭിക്കുന്നത്. ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ എമിലിക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, 15 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ മൂത്ത മകള്, ആ മകളുടെ കാര്യം ആലോചിച്ച് ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാണ് അവളുടെ അച്ഛൻ. പക്ഷെ അവൾക്കും ഒരു ലൈഫില്ലേ, ഇനിയിപ്പോ ആ ഒരു ബോഡി കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ട് എമിലി കുറെ നാളായിട്ട് അച്ഛനോട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് പറ്റിയിട്ടില്ല. എന്ന് ഈ ഒരു കാര്യം എമിലി ചെന്നിട്ട് അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള മർഫിയോട് പറയാണ്, അങ്കിളെ നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ അങ്കിളിനോട് പറയേണ്ടത്? 15 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന എന്റെ ചേച്ചിയുടെ ആ ഒരു ബോഡി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ അങ്കിളെ? അങ്കിളിന് പറ്റിയെങ്കിൽ എന്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമോ? ഇപ്പൊ മർഫിക്കും എന്താ പറയേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടോ. കാരണം കൂട്ടുകാരന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു മർഫിക്ക്. ഇതേ സമയത്ത് തന്നെ തന്റെ അച്ഛന്റെ അടുത്തേക്ക് എമിലി വരികയാണ്. അച്ഛന്റെ അടുത്ത് ധൈര്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛന്റെ ഈ ഒരു ഭ്രാന്ത് ഒന്ന് നിർത്ത് പ്ലീസ്, ദയവ് ചെയ്തിട്ട് ഒന്ന് നിർത്ത് എന്ന് അവളുടെ അച്ഛൻ അതായത് ലൂക്ക ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് മർഫിയുടെ ആൾക്കാർ ആ രാത്രി മുഴുവനായിട്ടും ആ ഒരു ചതുപ്പ് നിലയത്തിൽ മുഴുവനായിട്ട് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും അവിടുന്ന് കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ ഒരു ടീം മുഴുവനും ഇവിടുന്ന് തിരിച്ചു പോവാണ്. രാവിലെ ആയപ്പോൾ ലൂക്കയുടെ അടുത്തേക്ക് റയാൻ വരുന്നുണ്ട്. റയാൻ പറയാണ് അവരെല്ലാവരും പോയി, ഇനി നമുക്ക് നമ്മുടെ പണി ചെയ്താലോ? ഇപ്പൊ ലൂക്ക ആ ഒരു ദേഷ്യം കൊണ്ട് പറയാണ്, നീ ഒറ്റയ്ക്ക് പോയി ചെയ്തോ, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല എന്ന്. ഇപ്പൊ റയാൻ പറയാണ്, ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഞാൻ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് റയാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങുകയാണ്. അതും ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ. ഇത് കണ്ട് എമിലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീയും എന്റെ അച്ഛനെ പോലെ തന്നെ ആവുകയാണോ? നിനക്കും എന്താ ഭ്രാന്ത് കളിയോ? നിർത്ത് എന്ന് എമിലി പറയുമ്പോഴും റയാൻ അത് കേൾക്കുന്നില്ല. അവൻ കണ്ടിന്യൂസ് ആയിട്ട് കുഴി കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എമിലി ഇതിന് ശേഷം അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛനോട് കരഞ്ഞു പറയുന്നുണ്ട്, പൊന്നച്ഛ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കില്ലേ, എന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ലേ, മതി അച്ഛ, നിർത്തച്ഛ, എന്തിനാ വെറുതെ ഇതിങ്ങനെ പറയുമ്പോൾ ലൂക്ക പറയാണ്, മോളെ ചേച്ചിയെ നീ മറന്നു കളയരുത്. നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, അവൾ ഒറ്റയ്ക്കാണ് ആ ഒരു മണ്ണിന്റെ അടിയിൽ. അവൾക്ക് പേടിയാവില്ലേ? അവളെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ, നമ്മുടെ അടുത്ത് തന്നെ അവളെ കൊണ്ടുവരണ്ടേ? അതായത് ചെറുതായിട്ടൊരു പിരി ഇങ്ങനെ ലൂസായിട്ട് വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ ലൂക്കയുടെ. എന്നാൽ അതിനേക്കാൾ വലിയ പിരി ലൂസായ അവസ്ഥയിലാണ് നമ്മുടെ റയാനിപ്പോ. അതായത് രാത്രി തീയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് രാത്രിയും കുഴിക്കൽ തന്നെയാണ്. അതായത് ഒരു മനുഷ്യന് വിശ്രമം എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അതൊന്നുമില്ല. കുറ്റബോധം കാരണം അവന് വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ പണിയെടുക്കുമ്പോൾ അവര് കുറ്റബോധം ഉണ്ടാവില്ല. എന്നാൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ആ കുറ്റബോധത്തിന്റെ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഉള്ളിലില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എമിലി ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് റയാൻ എന്താ പറയുക തിരിച്ചു പറഞ്ഞത്, ഞാൻ നിന്റെ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ബോഡി കിട്ടാതെ ഞാൻ ഈ പരിപാടി നിർത്തില്ല എന്ന്. സത്യം പറയാണ്, റയാൻ ആ ഒരു ബോഡി കിട്ടാതെ നിർത്തില്ല എന്ന് തന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. റിയാൻ അങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൂക്ക ഇപ്പൊ ഏകദേശം തളർന്നിട്ടുണ്ട്, മടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോഡി കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം ഇയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാപ്പെല്ലാം വലിച്ചു കീറിക്കളയാണ്. ആകെ ഒരുമാതിരി പ്രാന്തനെ പോലെ ബിഹേവ് ചെയ്യാണ്. പിന്നീട് ബാറിലേക്ക് പോയിട്ട് നന്നായിട്ട് മദ്യപിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ലൂക്കയുടെ കൂട്ടുകാരനായിട്ടുള്ള മർഫി വരികയാണ്. മർഫി വന്നിട്ട് ലൂക്കയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്റെ ജീവിതവും അതുപോലെ തന്നെ നിന്റെ രണ്ടാമത്തെ മകൾ എമിലി ഉണ്ടല്ലോ, അവളുടെ ജീവിതവും നീ നശിപ്പിക്കുകയാണ്, വെറുതെ അതിന് നീ നിൽക്കല്ലേ. ഇതെല്ലാം പറയുമ്പോൾ ലൂക്കയ്ക്ക് എന്തോ ദേഷ്യം വരികയാണ്. കൂട്ടുകാരനാണ്, പോലീസുകാരനാണ്, ഇതൊന്നും നോക്കാതെ അവന് മേരെ മെക്കിട്ട് കയറുകയാണ്. അവനെ തല്ലാൻ വരെ ശ്രമിക്കുകയാണ്. അതായത് ഈ ലൂക്കയ്ക്ക് ഇപ്പൊ തീരെ ബോധമില്ലാതായിട്ടുണ്ട്. ഇപ്പൊ റയാനും നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ വീടെല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ അവൻ ആ ഒരു പഴയ ഫോട്ടോ കിട്ടുകയാണ്. അതായത് ലൂക്കയുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ഷെഡിൽ നിന്നാണ് കേട്ടോ ഈ ഫോട്ടോ കിട്ടുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് കുറച്ച് നേരം റയാൻ ഇമോഷണൽ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ക്യാദറിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് അത് തുടച്ചിട്ട് മേലേക്ക് എടുത്തു വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. ബോധം വന്ന സമയത്ത് ലൂക്കയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ട് കൊടുത്തത് മർഫി തന്നെയാണ്. ഇപ്പൊ മർഫി ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു കൂട്ടുകാരനാണ് എന്ന് പോലും നോക്കാതെയാണ് എന്നെ തല്ലിയത്. മാത്രമല്ല ഞാനൊരു പോലീസുകാരനാണ്, സത്യം പറഞ്ഞാൽ നിന്നെ പിടിച്ച് അകത്തിടേണ്ട കേസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാതെ ഈ ലൂക്ക ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ മർഫി ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്കി, നിന്റെ ഭാര്യ അവൾ ഇപ്പൊ ഉണ്ടെങ്കിൽ നിന്നെ പിടിച്ച് തല്ലിയിട്ടുണ്ടാവും. നീയൊക്കെ എന്ത് ദുരന്തം പിടിച്ചവനാടാ. അവള് മരിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി നേരം പോലും നീ അവളുടെ അടുത്ത് പോയിരുന്നു. അവളുടെ ആ ഒരു അവസാന ശ്വാസം പോകുന്ന സമയത്ത് പോലും അവളുടെ അടുത്ത് നീ ഉണ്ടായിരുന്നില്ലല്ലോ. നീയൊക്കെ എന്ത് മനുഷ്യനാടാന്ന് മർഫി ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റയാൻ അങ്ങോട്ടേക്ക് വരികയാണ്. റയാന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടില്ലേ, ഓവറായിട്ട് സംസാരിക്കണ്ട, നിങ്ങൾ പൊയ്ക്ക് വന്നപ്പോൾ മർഫിയെ നോക്കിയിട്ട് റയാൻ സംസാരിക്കുകയാണ്. ഇപ്പൊ റയാന്റെ കൂടെ ലൂക്ക ആ ഒരു ബേക്കിലെ ചതുപ്പ് നിലയത്തിലേക്ക് വരികയാണ്. ലൂക്ക റയാനെ നോക്കിയിട്ട് പറയാണ്, നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവളുടെ ആ ഒരു ഡെഡ് ബോഡി നീ എനിക്ക് കണ്ടുപിടിച്ച് തരുമെന്ന്. ഇപ്പൊ റയാനും പറയാണ്, ഉറപ്പായിട്ടും ഞാൻ മരിച്ചാലും ഞാൻ മരിക്കുന്നത് വരെ ഞാനത് തേടിക്കൊണ്ടേയിരിക്കും. എന്തായാലും പിന്നീട് അവരവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റയാൻ ഈ ലൂക്കയുടെ വൈഫിനെ കുറിച്ച് ചോദിക്കുകയാണ്. മരിച്ച സമയത്ത് അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ, നിങ്ങളുടെ മകൾ മാത്രമേ ഉണ്ടായിരുന്നല്ലേ? ഇത് കേട്ട സമയത്ത് ലൂക്ക പറയാണ്, ഹേയ് ആരും ഉണ്ടായിരുന്നില്ല, അവളുടെ അവസ്ഥയും ഭയങ്കര മോശമാണ്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവൾ മരിക്കാൻ സമയത്ത് അവൾ ഒറ്റയ്ക്കായിരുന്നടാ, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്നിട്ട് തപ്പിക്കോ, മകളുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കണമെന്ന് അവളുടെ ആശയമായിരുന്നു, അതിന്റെ പേരിലാടാ അവളെ ഒറ്റയ്ക്കാക്കി
ഞാൻ ഇവിടെ വന്ന് തോണ്ടിയിരുന്നത്. ഇത് സമയത്ത് റയാൻ ഒരു കാര്യം ലോക്കിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മരിക്കാൻ നേരത്ത് നിങ്ങളുടെ ഭാര്യ ഒറ്റയ്ക്കായിരുന്നില്ലേ, അവിടെ എമിലി ഉണ്ടായിരുന്നില്ലേ? ഇല്ലടാ, അവളും എന്റെ കൂടെ തന്നെ എന്റെ കൂടെ ഇവിടെ നിന്ന് എന്നെ സഹായിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോ റയാൻ എന്തൊക്കെയോ കൺഫ്യൂഷൻ പോലെ. അല്ല അപ്പോ അവൾ എന്റെ അടുത്ത് എന്ന് പറഞ്ഞത് മരിക്കാൻ സമയത്ത് അവള് അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണല്ലോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ റയാൻ ലോക്കിയോട് പ്രത്യേകിച്ചൊന്നും പറയാതെ ആ ഒരു ഷെഡിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവൻ എടുത്ത് വെച്ച ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ, അത്രയും വർഷമായിട്ടും അവൻ ഓർമ്മ വരാത്ത ചില കാര്യങ്ങൾ അവൻ ഓർമ്മ വരികയാണ്. വേഗം തന്നെ ലോക്കിയുടെ വീട്ടിലേക്ക് അവൻ ഓടി ചെല്ലുകയാണ്. അവിടെ തന്നെ എമിലി ഉണ്ടായിരുന്നു. അവളെ പിടിച്ച് ആക്രമിക്കുകയാണ്. കഴുത്തിന് പിടിച്ച് ഞെരിച്ചിട്ട് പറയണം, സത്യം പറയടി, സത്യം പറ, നിനക്കറിയാം എല്ലാ രഹസ്യങ്ങളും നിനക്കറിയാം. ഇതും പറഞ്ഞ് അവളുടെ കഴുത്തിന് അങ്ങനെ പിടിച്ചുകൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലോക്കിയുടെ കൂട്ടുകാരൻ പോലീസുകാരൻ മർഫി വരികയാണ്. മർഫി കാണുന്നത് എന്താ, റയാൻ വന്നിട്ട് എമിലിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട സമയത്ത് മർഫിക്കും പ്രാന്തളകാണ് കേട്ടോ. റയാനെ വലിച്ചിട്ട് എടുക്കാണ്, ഒരേറ്റ അടി കൊടുക്കാണ്. മർഫി എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു മനുഷ്യനാണ്, പോലീസുകാരനാണ്. ആ അടി കൊണ്ട് തന്നെ റയാന്റെ ബോധം അങ്ങോട്ട് പോകുന്നുണ്ട്. പാവം നമ്മുടെ റയാന് അവനിങ്ങനെ അടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അടി കിട്ടി അവനൊരു പരിവായിട്ടുണ്ട്. എന്തായാലും മർഫിയുടെ അടി കൊണ്ട് അവന്റെ ആ ഒരു ബോധം പോയിട്ടുണ്ടല്ലോ. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ അവന്റെ കൈയെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. അവിടെ തന്നെ ഇപ്പൊ ഈ മർഫി ഉണ്ട്, കൂടെ എമിലിയുണ്ട്. മർഫി ആണെങ്കിൽ കയ്യിലേക്ക് ഒരു ഗ്ലൗസ് എല്ലാം ഇട്ട് കീശയിൽ നിന്നൊരു ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് റയാനെ ഇവിടെ വെച്ച് കൊന്നുകളയാൻ തന്നെയാണ് മർഫിയുടെ തീരുമാനം. കാരണം കുറെ നാളായി കൂട്ടുകാരനെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. തന്റെ കൂട്ടുകാരൻ ഇനിയും ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടരുത് എന്ന് കരുതിയിട്ട് ഇവിടെ വെച്ച് തന്നെ കൊല്ലാൻ എന്ന് മർഫി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല റയാൻ എമിലിയെ കൊല്ലാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരെ നോക്കിയാലോ, ഇത് മർഫിക്ക് തീരെ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് മർഫി റയാനെ കൊല്ലാൻ നോക്കുന്നത്. അങ്ങനെ ഈ റയാനെ മർഫി ഗൺ പോയിന്റിൽ നിർത്തിയ ആ ഒരു സമയത്ത് മർഫിയോട് റയാൻ ഒരു കാര്യം പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നെ കൊല്ലല്ലേ, കാരണം അവളെ കൊന്നത് ഞാനല്ല, ക്യാദറിനെ കൊന്നത് ഞാനല്ല. ഇത് കേട്ടപ്പോ ഈ മർഫിയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ, അവളെ കൊന്നത് നീ അല്ലാന്നോ? അപ്പൊ പിന്നെ നീ എന്തിനാടാ ജയിലിലേക്ക് പോയത്? എല്ലാം സമ്മതിച്ചുകൊണ്ട്. ഇപ്പൊ റയാൻ പറയാണ്, അത് സമ്മതിക്കാതിരിക്കുക അല്ലാതെ എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. എല്ലാ തെളിവുകളും എനിക്ക് എതിരാണ്. ഞാൻ പോലും വിചാരിച്ചിരുന്നത് അവളെ കൊന്നത് ഞാൻ തന്നെയാണെന്ന്. പക്ഷെ അതല്ല, എനിക്ക് മനസ്സിലായി അത് ആരാണെന്ന്. അന്ന് ഇത് തെളിയിക്കാനായിട്ട് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോ എമിലി പറയാണ്, അങ്കിളെ അവൻ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്, കബളിപ്പിക്കാൻ നോക്കുകയാണ്, എന്തൊക്കെയോ നുണക്കഥയുമായിട്ട് അവൻ വരുന്നുണ്ട്, അവനെ കൊന്നുകളെ അങ്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ മർഫി പറയാണ്, നിൽക്കും മോളെ, എന്താ അവന് പറയാളെ നോക്കട്ടെ. പിന്നീട് മർഫി റയാനോട് ചോദിക്കാണ്, തെളിവുണ്ട് എന്ന് പറഞ്ഞല്ലേ, എവിടെയാ ഒരു തെളിവ്? തന്റെ കീശയിൽ കൈയിട്ട് നോക്കാൻ വേണ്ടി റയാൻ പറയാണ്. മർഫി പിന്നീട് കീശയിൽ കൈയിട്ട് നോക്കുമ്പോൾ ഒരു ഫോട്ടോ കിട്ടുകയാണ്. ആ ഫോട്ടോയിൽ ക്യാദറിനും അതുപോലെ തന്നെ അവളുടെ അനിയത്തിയായിട്ടുള്ള എമിലിയും ഉണ്ട്. ഇപ്പൊ ക്യാദറിന്റെ കഴുത്തിൽ ഒരു മാല കണ്ടോ? ആ സെയിം മാലയാണ് ഇപ്പോ എമിലിയുടെ കഴുത്തിലുള്ളത്. അതെങ്ങനെയാണ് അവളുടെ കഴുത്തിൽ വന്നതെന്ന് ചോദിക്ക് എന്നിപ്പോ റയാൻ മർഫിയോട് പറയാണ്. ഇപ്പൊ മർഫി എമിലിയെ നോക്കുന്ന സമയത്ത് എമിലി പറയാണ്, അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് ഞാനായിരുന്നു, ഇത് അമ്മയുടെ മാലയാണ്, അമ്മയാണ് എനിക്ക് തന്നത്. ഇതേ സമയത്ത് റയാൻ പറയാണ്, അല്ല, അമ്മ മരിക്കുന്ന സമയത്ത് നീ അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അമ്മ ഒറ്റയ്ക്കായിരുന്നു, നീ നിന്റെ അച്ഛന്റെ കൂടെയായിരുന്നു അമ്മ മരിക്കുന്ന സമയത്ത്, നീ എന്തിനാ എന്നോട് നുണ പറയുന്നത്? ഇപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുവ് കിടന്ന് മർഫിക്ക് ആകെ കൺഫ്യൂഷൻ ആവാണ്. ഇപ്പൊ ആര് പറയുന്നത് വിശ്വസിക്കേണ്ടത്? അതുപോലെ തന്നെ മർഫിയെ നോക്കിയിട്ട് എമിലി പറയണം, അങ്കിളെ ഇവൻ പറയുന്നത് വിശ്വസിക്കേണ്ട, എന്തൊക്കെയോ നുണകൾ ഉണ്ടാക്കി പറയാണ് ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ എന്തിനാ അത് കേട്ടോണ്ടിരിക്കുന്നത്? ഇപ്പൊ അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ മർഫി പറയാണ്, മോളെ നിക്കവിടെ, നമുക്ക് എന്തായാലും ഇതിലൊരു ക്ലാരിറ്റി വരുത്തണ്ടേ. ഇത് കേട്ടപ്പോ എമിലി ആകെ ഞെട്ടിപ്പോണു. അപ്പൊ അങ്കിളും ഇവൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്റെ ചേച്ചിയെ കൊന്നത് ഞാനാണ് എന്നാണോ? ഇപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് റയാൻ പറയാണ്, സംശയിക്കുകയല്ല, നിന്റെ ചേച്ചിയെ കൊന്നത്, ക്യാദറിനെ കൊന്നത് നീ തന്നെയാടി. എന്നിട്ട് ആ ചതുപ്പ് നിലയത്തിൽ നിന്റെ ചേച്ചിയുടെ ബോഡി കുഴിച്ചിട്ടതും നീ തന്നെയാണ്. മാത്രല്ല അച്ഛന്റെ കൂടെ ഇത്രയും നാളും 15 വർഷമായിട്ട് ആ ഒരു ബോഡി തേടാൻ വേണ്ടി നീ കൂടിയത് തന്നെ ഒരിക്കലും നിന്റെ അച്ഛൻ ആ ഒരു ബോഡി കണ്ടുപിടിക്കരുത് എന്ന് കരുതിയിട്ടാണ്. ബോഡി കുഴിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് നിന്റെ അച്ഛൻ പോകുന്ന സമയത്ത് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് നീ വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അച്ഛനെ സഹായിക്കാൻ വന്നപ്പോൾ നിനക്ക് ആവശ്യമില്ലാതെ നീ വയലന്റ് ആയതും എന്നെ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നീ നിന്റെ അച്ഛനോട് പറഞ്ഞതും നിന്റെ അങ്കിളിനോട് പറഞ്ഞതും. പക്ഷേ എമിലി, നിന്റെ കള്ളി മുഴുവൻ വെളിച്ചത്തായിരിക്കുകയാണ്. എനിക്കിപ്പോൾ അറിയാം ആ ഒരു ബോഡി എവിടെയാ കുഴിച്ചിട്ടിട്ടില്ലെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എമിലി കണ്ണും നിറച്ച് കണ്ണും തള്ളി ഇങ്ങനെ നോക്കുകയാണ്. റയാനെ നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലായ എമിലി, ഒരിക്കലും ഞാൻ എന്റെ ക്യാദറിനെ കൊന്നു കളയില്ല, അതിന് എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് എത്ര ബോധമില്ലാതെയാണെങ്കിലും ഞാനത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിന്റെ ചേച്ചിയെ നീ തന്നെയാടി കൊന്നത്, എനിക്ക് ഉറപ്പാണ് ആ ഒരു കാര്യം. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് എമിലിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിട്ട് അവളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. അവളിങ്ങനെ ഒറ്റയടിക്ക് പറയാണ്, അതേടാ എന്റെ ചേച്ചിയെ കൊന്നത് ഞാൻ തന്നെയാണ്. ഇത് കേട്ട സമയത്ത് അവളിങ്ങനെ ഒറ്റയടിക്ക് സമ്മതിച്ചപ്പോ റയാനും ഞെട്ടുകയാണ്, മർഫിയും ഞെട്ടുകയാണ്. ഇനി അറിയണ്ടേ അവൾ എന്തിനാ ഞാൻ കൊന്നേന്ന്? ചെറുപ്പം മുതലേ പ്രായം മുതലേ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു, അത് നീ മനസ്സിലാക്കിയില്ല. പക്ഷെ എന്റെ ഇഷ്ടം ഞാനത് പറയുന്നതിന് മുന്നേ എന്റെ ചേച്ചി അവളുടെ ഇഷ്ടം നിന്നോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പ്രണയിക്കാൻ തുടങ്ങി, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കണ്ടേ? എന്റെ ഉള്ളിലെ വേദന ഒരാൾ പോലും കണ്ടിട്ടില്ല. എന്റെ ഉള്ളിൽ ആ ഒരു നഷ്ടപ്രണയം ആരെങ്കിലും കണ്ടോ? ചെറുപ്പം മുതലേ റയാനെ ഞാൻ നിന്നെ എത്രത്തോളം പ്രണയിച്ചു എന്ന് നിനക്കറിയോ റയാനെ? അങ്ങനെയുള്ള നിന്നെ അവള് വന്ന് തട്ടിയെടുക്കുമ്പോ അത് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാടാ ഞാൻ അവളെ കൊന്ന് കുഴിച്ചു മൂടിയത്. ശരിക്കും ഇത് കേട്ട സമയത്ത് റയാനല്ല ഞെട്ടിയത്, മർഫിയാണ് ഞെട്ടിയത്. ഇയാളൊരു തരിപ്പില് അന്താളിപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. കാരണം കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് റയാനെ പിടിച്ച് ജയിലിലിട്ടത് 15 വർഷം
വർഷം ശിക്ഷിച്ചതും എല്ലാത്തിനും മുന്നിൽ നിന്നത് ഈ മർഫിയായിരുന്നു. അപ്പൊ ആ ഒരു കുറ്റബോധം കൊണ്ടും എന്താ ചെയ്യേണ്ടെന്ന് ഈ മനുഷ്യന് തിരിയുന്നില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ എമിലി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിലേക്ക് വിലങ്ങ് വെക്കുമ്പോൾ എമിലി ഇപ്പോ ഈ മർഫിയെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണ്. എന്നെ ഇപ്പൊ ശിക്ഷിച്ചിട്ട് എന്താ കാര്യം, ഓൾറെഡി ഇവൻ ശിക്ഷ അനുഭവിച്ചില്ലേ. അതുപോലെ ഈ ഒരു കാര്യം എങ്ങാനും ലൂക്ക, അതായത് എന്റെ അച്ഛനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരുപാട് വിഷമിപ്പിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? അത് ചെയ്യണോ? ഈ രഹസ്യം മറ്റാരും അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. ഓൾറെഡി എന്റെ അച്ഛന്റെ മൂത്ത മകൾ നഷ്ടപ്പെട്ടതാണ്. അതിന്റെ ആ ഒരു വേദന അയാൾക്ക് ഇപ്പോഴും ഉള്ളിലുണ്ട്, അതിപ്പോഴും പോയിട്ടില്ല. അപ്പൊ കൂട്ടുകാരനെ ഇനിയും നിങ്ങൾ വേദനിപ്പിക്കാൻ പോവുകയാണോ? ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ എമിലി ഉണ്ടല്ലോ ഭയങ്കര ഇമോഷണലി ഈ മർഫിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഇത് കേട്ടുന്ന റയാൻ പറയാണ്, ശരിയാണ് മർഫി, ഇനിയും എന്തിനാണ് ആ ഒരു പാവം മനുഷ്യനെ നമ്മൾ ശിക്ഷിക്കുന്നത്? ഈ ഒരു കാര്യം കൂടെ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ആ മനുഷ്യൻ തകർന്നു പോകും. അതുകൊണ്ട് ഈ രഹസ്യം നമ്മൾ 3 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. എന്നാൽ മർഫി ആ ഒരു മനുഷ്യൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നിരപരാധിയായിട്ടുള്ള റയാന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ 15 വർഷം ശിക്ഷിച്ചു. അതിനെല്ലാത്തിനും കാരണക്കാരൻ ഈ മർഫിയാണ്. അതിന്റെ പുറമെ ഈ ഒരു നാട്ടിൽ വെച്ച് പല തവണയായിട്ട് ഈ ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും ഇവനെ കൊലയാളി എന്ന് വിളിച്ചു. ഈ ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ ഇല്ലാതെയായിപ്പോയി. പിന്നെ തന്റെ കൂട്ടുകാരൻ ലോക്കിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു കുറ്റബോധം എല്ലാം കൂടി ആയപ്പോ മല പോലെ നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ, ആ മനുഷ്യനത് താങ്ങാൻ കഴിഞ്ഞില്ല. ഇയാൾ എന്താക്കിയെന്നറിയോ? കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് എമിലിയെ ആദ്യം വെടിവെച്ച് കൊന്നു കളയാണ്. പിന്നീട് ഈ ഒരു മനുഷ്യനും സ്വയം ഷൂട്ട് ചെയ്യാണ്, അതായത് ആത്മഹത്യ ചെയ്ത് കളയാണ്. ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുന്നത് കേട്ടോ. റയാനും ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ ഈ കാര്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് റയാൻ നേരെ ലോക്കിയുടെ അടുത്തേക്ക് വരികയാണ്. സമാധാനമായിട്ട് തന്നെ ലോക്കിയോട് സംസാരിക്കുകയാണ്. അച്ഛൻ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാണ്ട്, പക്ഷേ വിഷമിക്കരുത്. എന്താ കാര്യം എന്ന് ലൂക്ക ചോദിച്ചപ്പോൾ അവള്, നിങ്ങളുടെ ഇളയ മകൾ എമിലി, അവളെ ഒരു നാട്ടിൽ നിന്ന് പോയി എന്ന് പറയാണ്. ഇപ്പോ ഈ ഒരു ലൂക്ക പറയാണ്, പോട്ടെ, അവളെങ്കിലും പോയിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ. ഞാനായിട്ട് നിർബന്ധിച്ച് അവളെ കൂടെ നിർത്തിയതൊന്നുമല്ല, അവള് തന്നെ വന്ന് നിൽക്കുന്നയാ. അവളെങ്കിലും സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അതായത് ഈ പാവം മനുഷ്യനെ ഇനിയും വേദനിപ്പിക്കേണ്ട എന്ന് നമ്മുടെ റയാൻ തീരുമാനിച്ചു. ഇതിനുശേഷം റയാൻ നേരെ തൂമ്പ എടുത്തുകൊണ്ട് പോകുന്ന എങ്ങോട്ടേക്കാണെന്നറിയോ? ആ ഒരു ചെറിമാരുണ്ട്, ഇതിന്റെ താഴ്ഭാഗത്ത് കുഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ആ ഒരു ഭാഗത്ത് കുഴിക്കാൻ പാടില്ല. ചേച്ചിയുടെ ഏറ്റവും വലിയ ഓർമ്മയുള്ളത് അവിടെയാണ്. അങ്ങനെ എമിലി പറഞ്ഞു വെച്ചത് കൊണ്ട് ഒരിക്കലും ലൂക്ക അവിടെ കുഴിക്കാൻ പോയിട്ടില്ലായിരുന്നു. ഒരിക്കലും അവിടെ ബോഡി ഉണ്ടാവില്ല എന്നും ഈ ലൂക്ക വിശ്വസിച്ചു. എന്നാൽ റയാൻ പോയിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു കുഴി എടുക്കുന്ന സമയത്ത് ലൂക്ക വേഗം വന്ന് അവനെ തള്ളി മാറ്റാൻ നോക്കുകയാണ്. എന്നാൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് റയാൻ അവിടെ ആ ഒരു കുഴി പൂർത്തിയാക്കുകയാണ് കേട്ടോ. മാത്രമല്ല ആ ഒരു കുഴിയിൽ നിന്നും അസ്ഥികുടങ്ങൾ അത് പതിയെ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നമ്മുടെ ലൂക്ക ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഇയാൾ പതിയെ പതിയെ പൂർണ്ണമായിട്ടും ആ ഒരു ബോഡി അത് തോണ്ടിയെടുക്കുന്നുണ്ട്. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു മനുഷ്യന് എന്തായാലും വിഷമമാകും. ഈ ഒരു ബോഡി കിട്ടുന്ന സമയത്ത് എന്തായാലും പൊട്ടി കാര്യം. എന്നാൽ ഒരു ആത്മസംതൃപ്തി അത് കിട്ടുകയും ചെയ്യും. 15 വർഷമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഒരു സമാധാനം ഇല്ലാതെ അവസാനം ഇത് കിട്ടിയല്ലോ. ഇന്ന് ഇത് നേരത്തെ തന്നെ ലൂക്കയ്ക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ലൂക്കയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഇയാൾ വരാതിരിക്കാനായിട്ട് ഇളയ മകളായിട്ടുള്ള എമിലി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 15 വർഷമായിട്ടും ഈ ഒരു ഭാഗം ലൂക്ക കുഴിക്കാതിരുന്നതും അവളുടെ ബോഡി കിട്ടാതിരുന്നതും. എന്തായാലും ലൂക്കയ്ക്ക് അത് കിട്ടിയല്ലോ. റയാൻ എന്തായാലും ലൂക്കയോട് പറഞ്ഞ ആ ഒരു വാക്ക് ഇപ്പൊ പാലിച്ചിട്ടുണ്ട്. മാത്രമല്ല റയാനും അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷത്തോളം കാലമായിട്ട് അവൻ അനുഭവിച്ച ആ ഒരു കുറ്റബോധം, ആ ഒരു ഗിൽറ്റ്, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ആ ഒരു കൊലപാതകം ചെയ്തത് അവനല്ല. പക്ഷേ ക്യാതറിൻ പോയതിന്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും ആ ഒരു കുറ്റബോധത്തോട് കൂടിയിട്ട്, ഗിൽറ്റോട് കൂടിയിട്ട് ഇനി ജീവിക്കേണ്ടല്ലോ. അതൊരു നരകം പോലെയുള്ള ജീവിതമായിരുന്നു. അതെന്തായാലും ഇനി റയാനില്ല. ഇനി നല്ല സുഖമായിട്ട് തന്നെ സന്തോഷമായിട്ട് തന്നെ അവന് ഉറങ്ങാനും പറ്റും. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എങ്ങനെ ഈ സിനിമ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണേ, ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അത് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള കഥകൾ വേണമെങ്കിൽ അത് സ്പെഷ്യലായിട്ട് പറയണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.